മതം നമ്മൾ വിശ്വസിക്കുന്ന ഒന്നാണ്. ആധ്യാത്മികത ദൈവത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ കണ്ടെത്തലും വിശ്വാസം തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. നമ്മൾ ഇത് വലിയ ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കും. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ പലതും മറ്റ് പല ഭാഗത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പുതിയ വിവരശേഖരണം നൽകിയത് നവമാധ്യമങ്ങൾ തന്നെയാണ്. പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഡിസീസ് വരും എന്നൊരു ധാരണയുണ്ട്. തായ്വാൻ മുതലായ സ്ഥലങ്ങളിൽ അവർ അപ്പം തന്നെ അവരുടെ ഭക്ഷണമാണ്. ഈ വടക്കൻ കേരളത്തിലൊക്കെ വലിയ പരിഷ്കൃതർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ നല്ല ചിന്താ വിപ്ലവ ശേഷി ആർജിച്ച വിപ്ലവ വീര്യം ഉൾക്കൊണ്ട് നടക്കുന്നവർ പോലും അന്ധമായ വിശ്വാസത്തിലാണ്. മതപുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതിന് വെള്ളം തൊടാതെ വിഴുങ്ങുക എന്നുള്ള യുക്തിശൂന്യമായ പരിപാടിയെ യുവജനത ആലോചിച്ച് അതിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത് തന്നെയാണ്. നമസ്കാരം, സ്മാർട്ട് ജൻ മീഡിയ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നവമാധ്യമങ്ങളും വിശ്വാസവും എന്ന ടോപ്പിക്കിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സ്വാമി ശിവസ്വരൂപാനന്ദയാണ്. എറണാകുളം ശങ്കരാനന്ദ ആശ്രമം സെക്രട്ടറിയാണ്. നവയുഗ മാധ്യമങ്ങളും വിശ്വാസവും എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇപ്പോൾ നവയുഗ മാധ്യമങ്ങൾ ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമിജി, എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് നോക്കുന്ന ആളാണോ? വാർത്തയോടൊക്കെ എങ്ങനെയാണ്? വാർത്തകൾ പൊതുവെ കാണുന്ന ആളാണ് അല്ലെ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിശ്വാസവും അതുപോലെ തന്നെ ഈ ഒരു മാധ്യമ മേഖലയിലുള്ള ഈ ഒരു സംഭവങ്ങളും എല്ലാം കൂടെ ഇടകലർന്ന് പോകുന്നുണ്ടോ? അതെയോ എങ്ങനെയാണ് അത് ഇതിനെ കാണുന്നത്, നവയുഗ മാധ്യമങ്ങളെ? മതപരമായ ഒരു വിശ്വാസമാണ് എങ്കിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു യുഗമാണല്ലോ വന്ന് നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അത് രണ്ട് തരത്തിലുള്ളൊരു ചിന്താക്കുഴപ്പം ചിലപ്പോൾ സമൂഹത്തിൽ ഉണ്ടാക്കാന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. പക്ഷേ മാധ്യമധർമ്മം എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ സത്യസന്ധമായ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരിൽ എത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാവും, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. പലപ്പോഴും നവയുഗ മാധ്യമങ്ങളിലൂടെ വരുന്ന പല വാർത്തകളും കുറച്ച് കഴിയുമ്പോൾ അത് ഫേക്കാണ് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോറി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആരെ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. അത് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. എല്ലാവർക്കും ഏത് സാഹചര്യത്തിൽ എവിടെ വെച്ചും എന്തും നോട്ട് ചെയ്യാം. പക്ഷേ മുമ്പത്തേക്കാൾ ഉപരി ഈ നവയുഗ മാധ്യമങ്ങളിലൂടെ നിമിഷങ്ങൾ കൊണ്ട് ഒരു വിഷയത്തെ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു കുഴപ്പം സമൂഹത്തിൽ സൃഷ്ടിക്കാനും സാധിക്കും. ഇപ്പം മാധ്യമങ്ങളിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പല മാധ്യമങ്ങളും പല രീതിയിലാണ് വളച്ചൊടിക്കുന്നത്. ഇപ്പോൾ അതിന് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അങ്ങനെ പലത്. പിന്നെ ആൾദൈവങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ചാനൽ കണ്ടിട്ട് നമുക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിക്കുന്നത് എന്ന് ജനങ്ങൾ തോന്നിപ്പോവും. പക്ഷെ അതിന് ഉപരി മറ്റൊരു ചിന്തയും കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയും ഉണ്ടോ? അത് ഇപ്പോൾ ചിലപ്പോൾ അത് വലിയ മുഖ്യധാര മാധ്യമങ്ങൾ ചിലപ്പോൾ അവരുടെ മുന്നിൽ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ആ ഒരു വാർത്തയൊന്നും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾദൈവത്തെക്കുറിച്ച് അവർ കണ്ടെത്തിയിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയും ഒരു ആൾദൈവമുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസത്തെ കൂടി അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ സനാതനധർമ്മത്തിൻ്റെ ദൃഷ്ടിയിൽ ആൾദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നാണ്. ഞാനതിനെ കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ള ഹൈന്ദവ ദർശനങ്ങളിലൊന്നും തന്നെ, ഇതര ദർശനങ്ങളിലൊക്കെ എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളുടെ മേലെ ദൈവം വരുന്നു, അയാളെ കാണാൻ വരുന്നവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നു എന്നുള്ളതൊക്കെ ഒരു അർത്ഥരഹിതമായിട്ടുള്ള ഒരു തട്ടിപ്പാണെന്നാണ് ഞാൻ തുറന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ക്യാമറ ട്രിക്ക് എന്ന് പറയുന്നത് ഒക്കെ ഇന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ചില സ്വാമിമാർ പോലും വായിൽ നിന്ന് ശിവലിംഗം എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് ആശ്ചര്യത്തോട് കണ്ടിരുന്നെങ്കിലും ഇന്ന് ഞാൻ കുറച്ച് മാജിക്ക് പഠിക്കുന്നുണ്ട് ഒരാളുടെ കയ്യിൽ നിന്നും, ഒരു സുധീർ മാടക്കത്ത് എന്ന് പറയുന്ന ആൾ. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ട്രിക്കാണ്.
അപ്പോൾ അത് കാണിച്ച് എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് വെക്കുമ്പോൾ അവനവനോടും ജനങ്ങളോടും ഒരു കൂറില്ലാതെ ആധ്യാത്മികതയും മതവും രണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആധ്യാത്മികത വേറെ, മതം വേറെ. മതത്തിനകത്ത് ഇത്തരത്തിലുള്ള അവിയലുകളെല്ലാം ഉണ്ടായിരിക്കും. അത് പൊതുജനം വെള്ളം തൊടാതെ വിഴുങ്ങുക എന്ന് പറയുന്നത് അവൻ്റെ ദാരിദ്ര്യമാണ്. ഒരുപക്ഷെ അവന് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച്, അവൻ്റെ മതദർശനത്തെക്കുറിച്ച് ശരിയായ ബോധമുണ്ട് എങ്കിൽ, ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ശരിയായ അറിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം തട്ടിപ്പുകൾ, ഒരുപക്ഷെ ഈ ആൾദൈവങ്ങൾ, ആ ഒരു പദപ്രയോഗം തന്നെ എന്നെ സംബന്ധിച്ചോളം ശരിയല്ല. കാരണം ആൾ ദൈവമാകുകയല്ല, ദൈവ അവബോധത്തിലേക്ക് ഒരാളുടെ ബുദ്ധി ഉണരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇന്ന് കാണുന്നത്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ചില മീഡിയയിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. നിമിഷങ്ങൾ കൊണ്ടാണ് ദൈവിക ശക്തി അയാൾ വരികയും അയാൾ എന്തോ ഒരു അത്ഭുത കഴിവുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പുറകെ ആയിരക്കണക്കിന് ആൾക്കാർ പോവുകയും ചെയ്യുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ നേര് തിരിച്ചു തരാനുള്ളൊരു കഴിവ് നവമാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളത് വസ്തുതയായിരിക്കുമ്പോൾ തന്നെ ഈ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നവരും അന്ധവിശ്വാസികളും അതുപോലെ തന്നെ ആണെങ്കിൽ അവർക്ക് അത് ഹൈലൈറ്റ് ചെയ്യാനും പറ്റും. അത്തരം ദുർബല മനസ്സുള്ളവർക്ക് അതിലേക്ക് പെട്ടെന്ന് വന്ന് വീഴാനും സാധിക്കും. ശരിക്കും മാധ്യമങ്ങൾ അതിന്റെ നേര് കാണിക്കുമല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും മാധ്യമധർമ്മം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകയോ ഒരു മാധ്യമ പ്രവർത്തനം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, എല്ലാം ആയിക്കൊള്ളട്ടെ, അവരൊക്കെ തന്നെ കുറേ കൂടെ യുക്തിപരമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ ശേഷിയുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് മതത്തെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കണം. അവരും അന്ധവിശ്വാസികളാണെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിൽ, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ചെറിയ പൊടിക്ക് വിശ്വാസങ്ങൾ, ആ വിശ്വാസം പോലും പലപ്പോഴും നമ്മളുടെ കാഴ്ചപ്പാടിനെയും നമ്മളുടെ സംഭാഷണത്തെയും നമ്മളുടെ വീക്ഷണത്തെയൊക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ള ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സ്വാമിജിയുടെ ഒരു അഭിപ്രായത്തിൽ ഈ നവയുഗ മാധ്യമങ്ങൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഭാഷ, സംസ്കാരം, അംഗചലനങ്ങൾ, ഇതിലെല്ലാം തന്നെ, അതുപോലെ തന്നെ ഈ വൾഗറായ ഭാഷ ഉപയോഗിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തേജോവധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതികൾ, അതൊരു ആധുനിക ലോകത്തിന് യോജിച്ചതല്ല. പലപ്പോഴും അത് കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഷാ പ്രയോഗങ്ങൾ ഈ വിദ്യാഭ്യാസ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാംസ്കാരിക ഔന്നത്യത്തിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഓരോ മതവിശ്വാസികളും വിചാരിക്കുന്ന അവരവരുടെ മതവും അവരുടെ വിശ്വാസമൊക്കെ ശ്രേഷ്ഠമെന്നാണ്. അപ്പോൾ അതിനോടുള്ളൊരു ആദരവ് ഉണ്ടായിരിക്കും. അത് പൊതുജന മധ്യത്തിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത എത്തിക്കുമ്പോൾ ആ ഒരു ബഹുമാനം, ആ ഒരു ആദരവ് ആ വിഷയത്തോടും ആ സബ്ജക്റ്റിനോടും അതോടൊപ്പം തന്നെ പ്രേക്ഷകരോടും ഉണ്ടായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഈ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത വന്ന് പെടുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ ഒരു നവയുഗ മാധ്യമങ്ങളിൽ കാലോചിതമായ ഒരു സാംസ്കാരിക ഔന്നത്യം പുലർത്തിക്കൊണ്ടുള്ള സമീപനമാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും തോന്നാറുണ്ട്. ഓക്കെ. ഈ മതവും ആത്മീയതയും അത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അതൊരു വലിയ കുഴപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം മതം എന്ന് പറയുന്നത് ഉപരിപ്ലവമായിട്ടുള്ള ഒരു ഒഴുക്കാണ്. ആധ്യാത്മികത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അവനവനെ സംബന്ധിച്ചെന്നുള്ളതാണ്, എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ ബൈബിളിൽ പറയുന്ന ഒരു പ്രസക്തമായ വാക്യം, ഒരു മരം അതിൻ്റെ ബ്രാഞ്ച്, അതിൻ്റെ ശാഖ മുറിച്ച് മാറ്റപ്പെട്ടാൽ അത് ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന പോലെ എന്നിൽ വസിക്കാത്തവൻ എന്നൊരു, അത് എന്നിൽ വസിക്കാത്തവൻ അവൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടില്ലാതാവുമെന്ന് പറയുന്നുണ്ട്. അത് സനാതനധർമ്മത്തിലൊക്കെ പറയുന്നത് ഈശ്വരൻ്റെ അംശം തന്നെയാണ് നമ്മളെന്ന് പറയുന്ന ആ ഒരു ഇത് തന്നെയാണ് അവിടെ. അപ്പം അങ്ങനെ ദൈവവുമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവിക സത്തയെ വെളിപ്പെടുത്തുന്നതിനകത്ത് മായം ചേർക്കാതിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഗാംഭീര്യമുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. പലപ്പോഴും മതം അങ്ങനെയല്ല. മതം നമ്മൾ വിശ്വസിക്കുന്ന ഒന്നാണ്. ആധ്യാത്മികത ദൈവത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഈ കണ്ടെത്തലും വിശ്വാസവും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. ഒരാൾക്ക് സത്യം ബോധ്യപ്പെടുമ്പോൾ അയാൾ വിചാരിക്കും പലപ്പോഴും ഇതുവരെ ധരിച്ചിരുന്നതെല്ലാം തെറ്റാണല്ലോ.
ഈ ഭൂമി കറങ്ങുന്നില്ല എന്നും സൂര്യൻ ഇതിനെ പ്രദക്ഷിണം ചെയ്യുന്നു എന്ന് ഇന്നും ചില മതവിശ്വാസികൾ ധരിക്കുന്നുണ്ട്. അത് അവർക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത, ഒന്നെങ്കിൽ അതിനെ നിഷേധിക്കുന്നത് തങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ അടിത്തറ ഇളക്കും എന്നുള്ള വിചാരമോ, രണ്ടാമത് തങ്ങളുടെ വിശ്വാസവും മതവുമാണ് ശരിയെന്നുള്ള അബദ്ധധാരണയോ ആവാം. ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചതെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന നിങ്ങളുടെ ചോദ്യവും ഉത്തരം പറയുന്ന അല്ലെങ്കിൽ മറുപടി പറയുന്ന എൻ്റെ ഈ യുക്തി ദൈവം തന്നതാണെങ്കിൽ ആ യുക്തി ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏത് പുസ്തകത്തിൽ എന്തെഴുതി വെച്ചാലും അതിനെ സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് മതവിശ്വാസം വേറെ, അതൊരു വിശ്വാസത്തിൻ്റെ വഴി. ആധ്യാത്മികത എന്ന് പറയുന്നത് ബുദ്ധിയുടെ സൂക്ഷ്മമായ നിരീക്ഷണവും ഹൃദയത്തിൻ്റെ ഒരു സമീപനത്തിലൂടെയൊക്കെ സമന്വയിക്കുന്ന ഒന്നാണ് അതിനകത്ത് തർക്കത്തിൻ്റെ പോലും ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ മാധ്യമങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിമെറിറ്റ്സ് പറയുന്നത് പോലെ തന്നെ മെറിറ്റ്സിനെ കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഈ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളും എല്ലാം വന്നു തുടങ്ങിയപ്പോൾ പല അറിയപ്പെടാതെ കിടന്ന ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ, ചില കുറച്ച് ആളുകളിലേക്ക് മാത്രമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയിരുന്ന ആരാധനാ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർക്ക് അറിവ് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ പോയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ പല അറിവുകൾ, അത് ശരിക്കും ഒരു മെറിറ്റ് തന്നെയല്ലേ? തീർച്ചയായിട്ടും, അതിൽ സംശയമില്ലല്ലോ. ഇപ്പം നമ്മളുടെ ഈ സംഭാഷണത്തിൽ തന്നെ അതിൻ്റെ ഗുണവും ദോഷവുമാണല്ലോ. ഈ ദോഷം എന്ന് പറയുന്ന വ്യക്തിയുടെ സമീപനത്തെ ആശ്രയിച്ചിരിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ സത്യസന്ധമായ വശം റിപ്പോർട്ട് ചെയ്യുക, ഒന്ന്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ നമ്മളറിയാതെ നന്മയുടെ ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ നല്ല സന്ദേശം കൊടുക്കുന്ന ക്ഷേത്രങ്ങൾ, കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ പാരമ്പര്യമായിട്ട് അവർ സൂക്ഷിക്കുന്നതാണ്. അത് ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം വികസിക്കുകയും ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെ ഒരു യുഗത്തിലേക്ക്, ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇറ്റലിയിലെ ഒരു ജെന്യൂനായിട്ടുള്ള കാര്യം അറിയാൻ പറ്റുന്നുണ്ട്, ഉഗാണ്ടയിലെ ഒരു കാര്യം അറിയാൻ പറ്റും. അപ്പോൾ ഏത് ലോകത്തിൻ്റെ എവിടെയും മതവുമായിട്ട് സത്യസന്ധമായ വാർത്തകൾ, ഇപ്പോൾ യാത്രാ വിവരണങ്ങൾ ഞാൻ കൗതുകത്തോടെ എല്ലാ യാത്രാ വിവരണങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിലൊക്കെ തന്നെ ആശ്ചര്യം തോന്നും. നമുക്ക് പണ്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ സാഹിത്യകൃതി വായിച്ച് ഇരുന്ന ഇപ്പം നമ്മൾ കാണുകയാണ്. അന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതെ, ഇന്ന് നമ്മളിപ്പോൾ കാണുന്നത്, അപ്പം നമ്മൾ ഇറ്റലിയിലൂടെയും ജർമ്മനിയിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുകയാണ്. എന്നാലും നമുക്ക് നേരിട്ട് കാണണമെന്നൊരു തോന്നാറുണ്ട്. മാത്രമല്ല, നമ്മളിത് വലിയ ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കും. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ പലതും മറ്റ് പല ഭാഗത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പുതിയ വിവരശേഖരണം നൽകിയത് നവമാധ്യമങ്ങൾ തന്നെയാണ്. അത് പോസിറ്റിവിറ്റി തന്നെയല്ലേ? ഒരു നേർക്കാഴ്ച നമുക്ക് അത് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ നെഗറ്റിവിറ്റി, ഇപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എത്താം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും, ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് തോട്ടും കൂടെ അതിനകത്ത് അതും ജനങ്ങൾക്ക് ഒരു പുതിയ അറിവ് നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു സമ്മിശ്രമാണ് ഇതെങ്കിലും ഏത് തെരഞ്ഞെടുക്കണം എന്ന് തെരഞ്ഞെടുക്കേണ്ടത് അവനവൻ തന്നെയല്ലേ? അതെ, പ്രേക്ഷകന്റെ, കാഴ്ചക്കാരന്റെ ഒരു അതാണ് അവന്റെ ബുദ്ധിയും സംസ്കാരവും ഒക്കെ അനുസരിച്ചാണ് ഓരോന്നിനെ അവൻ തിരഞ്ഞെടുക്കുക. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു മീഡിയ, അപ്പോൾ അയാൾ ഈ ദൈവങ്ങൾ തുള്ളുന്നിടത്തൊക്കെ പോയിട്ട് അതിൻ്റെ പൊട്ടത്തരത്തെ അയാൾ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അയാളെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ എന്നോടൊക്കെ വന്ന് പറഞ്ഞു, സ്വാമി ഒരു ഇൻ്റർവ്യൂ തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവരുടെ എല്ലാം ശത്രുവാകാനായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് പറയാം, ഒരു വ്യക്തിയെക്കുറിച്ച്. അതെ, അല്ലാതെ എനിക്ക് ഓരോ വ്യക്തിയും തെറ്റാണെന്ന് പറയാനില്ല. അവരുടെ വിശ്വാസികൾ പലപ്പോഴും അങ്ങനെ ചില ആൾക്കാരുടെ വിശ്വാസികളെ പ്രസംഗത്തിൽ വിമർശിച്ചതിന് ആ വിശ്വാസികൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇത് സമ്മിശ്രമായിട്ട് നിൽക്കും. പക്ഷെ നമുക്കെല്ലാവർക്കും അടിസ്ഥാനപരമായി വേണ്ടത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമുക്ക് നല്ല യുക്തിബോധം ഉണ്ടായിരിക്കും. ഈ യുക്തിബോധത്തിലൂടെയാണ് അതിന് വേണ്ട ശാസ്ത്ര പരിജ്ഞാനവും സയൻസിൻ്റെ ഒരു കുറച്ച് തിരിച്ചറിവൊക്കെ നമുക്കുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഭാരതം 5000 വർഷം 10000 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം വർഷങ്ങൾ അയാൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഈ മനുഷ്യവർഗം അവരുടെ DNA ഒക്കെ ഏതാണ്ട് ഒരേപോലെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര ആശ്ചര്യപ്പെട്ടു പോകും. നമുക്കൊന്നും അവകാശപ്പെടാനില്ല. ഇതൊക്കെ ഏതോ കാലഘട്ടത്തുണ്ടായിട്ട് പരിണമിച്ച് വന്നിട്ട് ഈ ചില രാജ്യങ്ങളൊക്കെ തമ്മിൽ തിരിഞ്ഞിട്ട് അവരുടെ പാരമ്പര്യം പറയുന്നതൊക്കെ ഈ പൊതുസമൂഹത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഇന്ന് വളരെ പുച്ഛിച്ച് തള്ളും. അപ്പം അതൊക്കെ മനസ്സിലാക്കി
കലക്കിച്ച് തരുന്നതൊക്കെ ഈ നവമാധ്യമങ്ങൾ തന്നെയാണ്. അതെ, കറക്റ്റാണ്. ആ പറഞ്ഞതൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വിശാലമാണ് നമ്മൾ ഇത്രയും നാളും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നവമാധ്യമങ്ങളിലൂടെ അങ്ങനെ കുറേ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പക്ഷെ നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ടത്, ഈ പറയുന്ന പോലെ പണ്ട് കാലത്തൊക്കെ പറഞ്ഞ കൂടോത്രം പോലെയുള്ളത്, അത് എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ളത് വരെ ഇപ്പൊ യൂട്യൂബ് ചാനലുകളിൽ അവൈലബിളും ആണ്. അതും കുറെ ആളുകൾ അതിലേക്ക് ചെല്ലുന്നുണ്ട്, ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കൂടോത്രം എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആത്മാക്കളെ എങ്ങനെ വിളിച്ചു വരുത്താം. ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളുകളായിട്ട് എല്ലാ യൂട്യൂബ് ചാനലുകളിലും ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ആത്മാക്കളെ എങ്ങനെ വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നതിനിടയിൽ ഇവിടെ കുറെ ആത്മാക്കളുണ്ട്, ഇത് ഇങ്ങനെ അന്ന് വേണ്ട, ഇതിനകത്തേക്കൊക്കെ യൂത്ത് കുറേയൊക്കെ ആകർഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഇങ്ങനെയും കൂടെ പല തോട്ടുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വാമിജിയുടെ അഭിപ്രായം? അത് ശുദ്ധ അബദ്ധം തന്നെയാണ് ഞാൻ ആദ്യമേ അടിവരയിട്ട് പറയുന്നത്. ആത്മാക്കളുണ്ടാവുമായിരിക്കാം, കാണുകയോ, പക്ഷെ ഈ ആത്മാക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുവരെ ഒന്നും രേഖപ്പെടുത്തപ്പെട്ടില്ല. ഇതൊക്കെ ചില ഊഹാപോഹങ്ങൾ മാത്രമാണ്. ആത്മാവുണ്ടായിരിക്കാം, പക്ഷെ അത് നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മളെ ഇപ്പോൾ കൂടോത്രം, ഇപ്പം ഇവിടെ തന്നെ പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഡിസീസ് വരും എന്നൊരു ധാരണയുണ്ട്. അതേ സമയത്ത് തായ്വാൻ മുതലായ സ്ഥലങ്ങളിൽ അവർ അപ്പം തന്നെ അവരുടെ ഭക്ഷണമാണത്. അപ്പോൾ അവിടെ എന്താണ് ഈ രോഗം വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ പാരമ്പര്യത്തിൽ എവിടെയും അത്തരം ഒരു വിശ്വാസം കിടക്കുന്നില്ല. ഈ വിശ്വാസമാണ് അവൻ്റെ ഈ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക്, കോൺഷ്യസ് മൈൻഡിലേക്ക്, ഈ സബ് കോൺഷ്യസ് എന്നൊക്കെ പറയുന്ന ആ മനസ്സ് ആഴത്തിലുള്ള നമ്മുടെ ഉള്ളിൽ നിന്നും അത് വരികയും അവനെ സ്വാധീനിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കൂടോത്രം, അതുപോലെ തന്നെ മന്ത്രവാദം എന്നൊക്കെ പറയുന്നതൊക്കെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ തട്ടിപ്പ് തന്നെയാണ്. അതിനകത്തൊന്നും തന്നെ സത്യം നമ്മൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഇപ്പം നിങ്ങളുടെ എൻ്റെ നമ്മളിവിടെ ഇരിക്കുന്നവരുടെയൊക്കെ തന്നെ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെയൊക്കെ അടുത്ത നിമിഷത്തെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഇവരെല്ലാം പെട്ടിയും ഇതൊക്കെ എടുത്തവർ മടങ്ങിപ്പോവും. അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുക, ജീവിക്കാൻ നമുക്ക് ഇതിനകത്തൊക്കെ നമ്മൾ പോയി വീഴുന്നത്. രണ്ടാമതെന്നുള്ളത് ഈ കഴിഞ്ഞ കാര്യം, ഇപ്പം ഞാൻ വരുന്ന വഴി വണ്ടി ഒരു സ്ഥലത്ത് മുട്ടി എന്ന് ഒരാൾ പറയുകയാണ്. അപ്പം എനിക്ക് അതിനകത്തൊരു ആശ്ചര്യം തോന്നില്ല. ഒരാൾ അത് പറഞ്ഞു എന്നത് വലിയ കാര്യമൊന്നുമല്ല. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കാര്യങ്ങളൊന്നും തന്നെ ദൈവവുമായിട്ട് ബന്ധമുള്ളതല്ല. ഇതിനെ ദൈവവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അപ്പം അയാളെ വിശ്വസിക്കുകയാണ്. നമ്മുടെ നക്ഷത്രം ഒരാൾ പറയുന്നു, അപ്പോൾ ഈ വ്യാഴവും ബുധനും ഒക്കെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അപ്പോൾ മനുഷ്യനെങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഭാരതീയ ദർശനത്തിൽ ഇതിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടായിരുന്നു, ഇത് അന്ധതയിലേക്ക് പോരും എന്നുള്ളതിന്. പക്ഷെ ഇന്നത് കൈകാര്യം ചെയ്യുന്നത് ഇനി മറ്റൊന്നുള്ളത്, ഇപ്പം വടക്കൻ കേരളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ വടക്കൻ കേരളത്തിലൊക്കെ വലിയ പരിഷ്കൃതർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, നല്ല ചിന്താ വിപ്ലവ ശേഷി ആർജിച്ച വിപ്ലവ വീര്യം ഉൾക്കൊണ്ട് നടക്കുന്നവർ പോലും അന്ധമായ വിശ്വാസത്തിലാണ്, പലതരത്തിലുള്ള വിശ്വാസങ്ങൾ. ഇവിടെ പാമ്പിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ തെയ്യങ്ങളും ഒക്കെ ആയിട്ട് വിശ്വാസം ഇങ്ങനെ മാറും. വിശ്വാസി എന്നുള്ളതല്ല, ഇവരെല്ലാം അടിസ്ഥാനപരമായ വിശ്വാസികളാണ്. ശ്രേഷ്ഠം ഏത് ശ്രേഷ്ഠമല്ല എന്നുള്ള ഇവരുടെ മണ്ടം വാദങ്ങൾ മാത്രമാണ് നമ്മൾ വിഴുങ്ങുന്നത്. സത്യത്തിൽ ഇത് രണ്ടും തെറ്റാണ്. നമ്മളുടെ ഒരു യുക്തിബോധത്തോടുകൂടി സമീപിക്കുകയാണ് എങ്കിൽ ഇത്തരം ഇതൊക്കെ മാറിക്കിട്ടും. മാത്രമല്ല ഈ എന്താണ് കൂടോത്രം മുതലായ അതൊക്കെ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, സത്യത്തിൽ ഇല്ലാത്തതാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള വിശ്വാസികൾ ആരെങ്കിലും ആണെങ്കിൽ കൂടോത്രം ബാധിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ വിശ്വാസിയാണെങ്കിൽ എന്ത് സംഭവിച്ചാലും അവൻ അതിന് വിശ്വാസത്തിൽ നിന്നും അവൻ ആ രീതിയിലാണ് അവനെ എഫക്ട് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട് കേരളത്തിൽ, ഇതെല്ലാം ഉണ്ടായിട്ടും ന്യൂ ജനറേഷൻ ആളുകൾ ഇതിന്റെ പുറകെയാണ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷനും കൊണ്ട് അല്ല, അതിനകത്തൊരു വസ്തുത ഉണ്ടത്. ഈ എഡ്യൂക്കേഷൻ, ഈ വിദ്യാഭ്യാസം ഒരു മനുഷ്യന്റെ ബോധമണ്ഡലത്തെ ശരിക്കും പറഞ്ഞ് ശുദ്ധീകരിക്കുന്നതല്ല, ഇല്ല എന്നുള്ളതാണ്. അവൻ്റെ പാരമ്പര്യമായ ഉള്ളിലെ അത്തരം വിശ്വാസങ്ങളെ മറികടക്കാനായിട്ട് ഇന്നത്തെ വിദ്യാഭ്യാസം സഹായിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന തെളിവ് തന്നെയാണ്. എത്ര വലിയ വിദ്യാഭ്യാസം നേടിയവനും വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ ജാതി, അവൻ്റെ മതം അന്വേഷിക്കുന്ന തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ദാരിദ്ര്യമാണ്. അപ്പം ശരിക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവൻ്റെ ഈ പൈതൃകത്തെയും ജീർണിച്ച പാരമ്പര്യത്തെയൊക്കെ ഭസ്മമാക്കുക, അതിനെയൊക്കെ ദഹിപ്പിച്ചിട്ട് അതിനെയൊക്കെ ചുട്ടിട്ട് അതിനപ്പുറത്തേക്കൊരു നടന്നൊരു മനുഷ്യനാകുക എന്നുള്ളതാണ്. അതല്ലാത്തത്ര കാലം എത്ര വലിയ, ഇപ്പോൾ ഡോക്ടർ, എൻജിനീയർ, എത്ര യുക്തിവാദി പോലും അവൻ ചില വിശ്വാസങ്ങളിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല,
വിദ്യാഭ്യാസം നമ്മൾ കുറ്റം പറയുന്ന കാര്യമില്ല. വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ ഇത്തരം വാസനകളെ, ഇത്തരം ജീർണതകളെ ദഹിപ്പിക്കാനുള്ള യുക്തിബോധം മനുഷ്യൻ നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് ചില യുക്തിവാദികൾ പോലും മണ്ടത്തരം ഇവിടെ പറഞ്ഞു അതാണ് ശരിയെന്ന്. ശരിക്കും അതൊക്കെ എത്ര വിഡ്ഢിത്തരമാണ് അങ്ങനെയാണെങ്കിൽ. ഓരോരുത്തരുടെയും ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അത്തരം വിശ്വാസത്തിൽ അനുസരിച്ച് പോകുന്ന ഒരാളെ പെട്ടെന്ന് തല്ലിക്കെടുത്തി ഭയപ്പെടുത്തേണ്ട ആവശ്യം നമുക്കില്ല. അവനെ പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് നല്ല വിദ്യാഭ്യാസമുള്ളവനും ഇത്തരം ചില ജീർണതകളെ പിന്തുടരുന്ന അവൻ്റെ ഉള്ളിൽ നിന്നും അവനത് മാറാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതെ അതെ. പിന്നെ വേറെ ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനലുകളിലും കാണിക്കുന്നതും എല്ലാം സത്യമാണ് എന്ന് അല്ലെങ്കിൽ അപ്പാടെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഡോക്ടർ എന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം വാർത്തകളിലെല്ലാം നമ്മൾ കണ്ടു പല ഡോക്ടേഴ്സ് അവര് കുടുംബത്തോടു കൂടെ പോയി എന്താണ് അതിന് പറയുന്ന ആത്മീയതയാണോ അതെന്താ പറയേണ്ടതെന്ന് നമുക്കറിയത്തില്ല. കുടുംബത്തോടു കൂടി അരുണാചൽ പ്രദേശിലോ എവിടെ എങ്ങാണ്ട് പോകുന്നു, കുടുംബത്തോടു കൂടി അവരുടെ ജീവൻ ഒടുക്കുന്നു. അതൊക്കെ എന്തിനു വേണ്ടി? അതും ഇത്രയും അഭ്യസ്ത വിദ്യരാണ് എന്ന് വിചാരിക്കുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഈ സോഷ്യൽ മീഡിയ മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്കുള്ള യുവതലമുറയ്ക്ക് എന്താണ് വഴി കാണിക്കാനായിട്ട് കഴിയുക? യുവതലമുറയ്ക്ക് പഠിത്തത്തിലും കാര്യമില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായില്ല. യുവതലമുറയ്ക്ക് ഈ മതബോധം എന്ന് പറയുന്നത് ഈ മതപുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതിന് വെള്ളം തൊടാതെ വിഴുങ്ങുക എന്നുള്ള യുക്തിശൂന്യമായ പരിപാടിയെ യുവജനത ആലോചിച്ച് അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് തന്നെയാണ്. മഹാഭാരതത്തിൽ ദുര്യോധനൻ എന്നൊരു കഥാപാത്രമുണ്ട്. ദുര്യോധനൻ പറയുന്നൊരു കാര്യമുണ്ട്, വളരെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. ജാനാമി ധർമ്മം നജമേ പ്രവർത്തി. എനിക്ക് ധർമ്മം എന്താണെന്നറിയാം, ശരി എന്താണെന്നറിയാം, പക്ഷെ എനിക്ക് ആ ശരി ചെയ്യാൻ പറ്റുന്നില്ല. ജാനാമി അധർമ്മം നജമേ നിവർത്തി. തെറ്റെന്താണെന്ന് എനിക്കറിയാം, പക്ഷെ തെറ്റിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റുന്നില്ല. ഈ ഒരു ചിന്താ കുഴപ്പം ആധുനിക വിദ്യാഭ്യാസം ആർജിച്ച യുവതലമുറയിലും ബാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവൻ്റെ ചില ആർത്തികളും അവൻ്റെ ആഗ്രഹങ്ങളും അത് നേടിയെടുക്കാനുള്ള ഇന്നത്തെ ഭക്ഷണവും എല്ലാം ചേർന്ന് അവനെ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ആചാര്യന്മാരാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ നല്ല ഉത്തരവാദിത്തമുണ്ട്. മാധ്യമങ്ങൾ അതിൻ്റെ ശരിയായ അവരുടെ ആ ഒരു സിസ്റ്റത്തിലൂടെ നവമാധ്യമങ്ങളിലൂടെ തന്നെ നല്ല മാധ്യമ പ്രവർത്തകർ ശരിയായ കാര്യങ്ങളെ യുക്തിഭദ്രമായിട്ട് വിശകലനം ചെയ്ത് അവരിൽ എത്തിക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ യുവജനത തയ്യാറാകും എന്നുള്ളതിൽ സംശയമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും സ്വാമിജി കുറച്ച് തോട്ട്സ് നമുക്ക് ഈ ഒരു പുതിയ മാധ്യമത്തിലൂടെ കുറച്ച് പേരിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? എന്തെങ്കിലും പുതിയ മാധ്യമത്തിന് വേണ്ടി? പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ അന്ധതയിൽ നിന്ന് വെളിയിൽ വന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന് വെളിയിൽ വന്ന് യുക്തിബോധത്തോടെ ആ ഒരു സത്യത്തോടൊപ്പം ഈ ദൈവത്തോടൊപ്പം അങ്ങനെ ജീവിക്കാനുള്ളൊരു കരുത്തും ഒക്കെ ആർജിച്ച് എല്ലാ മതങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരെയും സ്വീകരിച്ചു പോകാനുള്ളൊരു ഒരു മാനുഷികതയിലേക്ക് വളരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, പ്രണാമം. എന്തായാലും വളരെയധികം സന്തോഷം. ഒരു കുറച്ച് തോട്ടുകൾ ഞങ്ങളുടെ മുന്നിലേക്ക്, കുറച്ച് ചിന്തകൾ ഞങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്തേ. നമസ്തേ. സ്മാർട്ട് ജെൻ മീഡിയ ട്രഷർ ഹണ്ട് കോൺടെസ്റ്റിൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാം. മീഡിയയുടെ വരിക്കാരാകുന്നവർക്കും പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ട് അഭിപ്രായം കമന്റ് ചെയ്യുന്നവർക്കും പോസ്റ്റ് ഷെയർ ചെയ്യുന്നവർക്കുമാണ് മത്സരത്തിൽ പങ്കെടുക്കാനാകുന്നത്. ഓരോ മാസവും പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് സ്പോൺസർ ചെയ്യുന്ന സർപ്രൈസ് സമ്മാനങ്ങൾ നൽകും. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9947315453.